സർ, ലോകത്തെമ്പാടും പെൻഷൻ സമ്പ്രദായം നിലവിലുണ്ട്. അത് പലതരത്തിലാണെന്ന് മാത്രം. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു സമ്പ്രദായമുണ്ട്, കേരളത്തിലുമുണ്ട്. പക്ഷെ കേരളത്തിലുള്ള ഈ പെൻഷൻ എന്ന് പറയുന്നത് ഒരല്പം ഡിഫറന്റ് ആണ്. പ്രത്യേകിച്ച് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2 വർഷവും 2 ദിവസവും അധികാരത്തിലിരുന്നാൽ, അതായത് സർക്കാർ ജോലിയിലിരുന്നാൽ പെൻഷൻ ലഭിക്കും. ഇവിടെ ഉദ്യോഗാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഉറക്കമൊഴിഞ്ഞ് പരീക്ഷ എഴുതി പാസ്സായി PSCയിൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ജോലിക്കായി കാത്തിരിക്കുന്ന സമയത്താണ് പിൻവാതിൽ നിയമനവും അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രീയത്തിൽ സ്വജനാധിപത്യം എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ ആളുകളെ തിരികെ കയറ്റിയൊക്കെയുള്ള സർക്കാരിന്റെ പ്രഹസനം എന്ന് പറയുന്നത്. പ്രഹസനം മാത്രമല്ല, 2 വർഷമോ അല്ലെങ്കിൽ 1 വർഷമോ 6 മാസമോ ഒക്കെ ജോലി ചെയ്താൽ ആ ജോലിയിൽ നിന്ന് രാജിവെച്ചു പോയാലും പിന്നെ സുഭിഷ്ടമായി കഴിയാം എന്നുള്ളതാണ്. കാരണം പെൻഷൻ ലഭിക്കും. ഇന്നത്തെ കേരളത്തിന്റെ ഈ പെൻഷൻ സമ്പ്രദായത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ്? ഇത് പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷൻ, പേഴ്സണൽ സ്റ്റാഫുകളാണല്ലോ ഇത് അടിച്ചുകൊണ്ട് പോകുന്നത്. ഇവരുടെ പെൻഷൻ എന്നുള്ളത് എനിക്ക് തോന്നുന്നു മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് കേട്ടോ. പേഴ്സണൽ സ്റ്റാഫുകളായിട്ട് ജോലി ചെയ്യുന്നവര്, ഒരു മന്ത്രിയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ആ 5 വർഷത്തിനിടയിൽ അവരുടെ പേഴ്സണൽ സ്റ്റാഫുകളായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്നാണ് ചില സംസ്ഥാനങ്ങളിൽ നിന്ന്. കുറെ സംസ്ഥാനങ്ങളിൽ അത്തരം പെൻഷൻ സമ്പ്രദായമൊക്കെ നിലവിലുണ്ട്. പക്ഷെ കേരളത്തിലെ പെൻഷൻ സമ്പ്രദായം അതല്ല. കേരളത്തിലെ പെൻഷൻ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേഴ്സണൽ സ്റ്റാഫിൽ കയറുക, ഏതെങ്കിലും മന്ത്രിയുടെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെയോ അതല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ചീഫ് വിപ്പിന്റെയോ ഒക്കെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ അടക്കമുള്ള ആളുകളുടെ പേഴ്സണൽ സ്റ്റാഫിൽ കയറുക. അവിടെ കയറുന്നതിനുള്ള മാനദണ്ഡം നമുക്കറിയാമല്ലോ. പേഴ്സണൽ സ്റ്റാഫ് അംഗമാകാൻ വേണ്ടിയിട്ട് ഭരിക്കുന്ന കക്ഷി ഏതാണോ ആ കക്ഷിയുടെ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി കൊടി പിടിക്കണം. കൊടി പിടിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പൊ അങ്ങനെ അതിൽ നിന്നും മിടുക്ക് കാണിക്കണം. അതിൽ നിന്നും മിടുക്ക് കാണിച്ചിട്ട് അതിൽ കയറാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയുള്ളവരാണ് പേഴ്സണൽ സ്റ്റാഫായിട്ട് ഇതിനകത്ത് വരുന്നത്. മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഉള്ള പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ആളുകളാണ്. ആ രാഷ്ട്രീയ കൈകാര്യത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇടതുപക്ഷത്തിന് ഇതിനകത്ത് കുറച്ചൊരു മാനദണ്ഡം ഉണ്ടായിരുന്നു. ഇടതുപക്ഷ പേഴ്സണൽ സ്റ്റാഫിനെ എടുക്കുന്ന സമയത്ത് അവരവരുടെ രക്തസാക്ഷികളുടെ മക്കളെയൊക്കെ എടുക്കുമായിരുന്നു. പാർട്ടിക്ക് വേണ്ടിയിട്ട് കൊല ചെയ്യപ്പെടുകയോ മരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ചില രക്തസാക്ഷികൾ ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ടല്ലോ. അവരുടെ മക്കളെയും ആശ്രിതരെയും ഭാര്യമാരെയും മറ്റ് ആശ്രിതരെയൊക്കെ പേഴ്സണൽ സ്റ്റാഫിൽ എടുത്തിട്ട് അങ്ങനെ കുടുംബത്തിനെ ഒന്ന് സംരക്ഷിക്കുന്ന ഏർപ്പാട് CPM ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് വളരെ നാമമാത്രമായിട്ടൊക്കെ തുടരുന്നെന്നാണ് പറയുന്നത്. കൂടുതലായിട്ടും വരുന്നത് വളരെ മിടുക്കന്മാരായ ആളുകൾ ഇതിനകത്തേക്ക് നമ്മൾ പറയുന്നത് ഇടിച്ചു കയറുകയാണ്. ഇടിച്ചു കയറി ആണ് ഇത് കൈവശപ്പെടുത്തുന്നത്. UDF അങ്ങനല്ല. UDF തനി രാഷ്ട്രീയമാണ്. അവരുടെ അങ്ങനെ വലിയ രക്തസാക്ഷി പരിവേഷത്വമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അത്തരത്തിലുള്ള തനി രാഷ്ട്രീയക്കാരെ മാത്രമാണ് അവർ നിയമിക്കുന്നത്. ഇവരുടെ കാലാവധി, ഒരു മന്ത്രിയുടെ കാലാവധി 5 വർഷമാണെന്നുണ്ടെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ് പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, മറ്റ് ബെനിഫിറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവർ 3 വർഷം ജോലി ചെയ്താൽ മതി. അങ്ങനെയാണ് വ്യവസ്ഥ. അതായത് 21ാമത്തെ വയസ്സിൽ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ വരുന്ന ഒരാളിന് 21, 3, 24 വയസ്സ് കഴിയുമ്പോൾ അയാളെ അവിടെ നിന്ന് മാറ്റുകയോ അയാളെങ്കിലും അവിടെ പിരിഞ്ഞു പോവുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഫുൾ പെൻഷൻ കിട്ടും. കാരണം മിനിമം പെൻഷൻ 3350 രൂപയാണ് കേരളത്തിലെ മിനിമം പെൻഷൻ. അതിപ്പോ കൂട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കാലാകാലങ്ങളിൽ DA വർധനവും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ 3 വർഷം മതി, അങ്ങനെയായിരുന്നു നമ്മുടെ നിബന്ധന. പക്ഷെ 3 വർഷത്തിനകത്തും ചില അഭ്യാസങ്ങൾ അവർ കാണിച്ചു, രാഷ്ട്രീയക്കാർ കാണിച്ചു കളഞ്ഞു. 3 വർഷം പൂർണ്ണമാക്കണമെന്നില്ല എന്നാണ് ഇപ്പോഴത്തെ പുതിയ നിയമം. അതായത് 2 വർഷവും 1 ദിവസം, 2 വർഷം കഴിഞ്ഞിട്ട് 1 ദിവസം കൂടെ വന്നാൽ മതി. അപ്പൊ 365നെ ഡബിൾ ചെയ്തിട്ട് അതിൻ്റെ കൂടെ 1 ദിവസം കൂടെ കൂട്ടുക. അത്രയും ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വർഷമായിട്ട് അതിനെ കണക്കാക്കിയിട്ട് പെൻഷൻ കൊടുക്കുക. ഇത് വളരെ ബുദ്ധിപരമായിട്ട് എടുത്തൊരു തീരുമാനമാണ്. കാരണം ഒരു മന്ത്രിസഭയുടെ കാലാവധി 5 വർഷമാണല്ലോ. അപ്പൊ 3 വർഷം പെൻഷൻ കൊടുക്കുമ്പോൾ ഒരാൾക്കേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, അടുത്ത ആളിന് 2 വർഷമേ കിട്ടത്തുള്ളൂ. അപ്പൊ പരമാവധി ആളുകളെ, രാഷ്ട്രീയക്കാരെ, സ്വന്തക്കാർക്ക് ആനുകൂല്യം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ പകുതിയാക്കി എടുക്കണം, ഇതിനെ 2.5 വർഷമാക്കി എടുക്കണം. അതിനു വേണ്ടിയിട്ട് ബുദ്ധിപരമായിട്ട് അവർ ചെയ്തൊരു പണിയാണിത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന കണക്കുകൾ കണ്ടില്ലേ? ഇത്തരത്തില് ഒരു മന്ത്രിമാരുടെ സ്റ്റാഫില് ഇത്തരത്തിൽ പേഴ്സണൽ സ്റ്റാഫ് ഇരിക്കുന്നിടത്ത് ഒരാൾ മാറിക്കൊടുക്കുകയാണ്. 2 വർഷവും 1 ദിവസം കഴിഞ്ഞിട്ട് അയാൾ മാറുന്നു.
പരാതി വന്നിട്ട് വല്ലതും വരികയാണെങ്കിലോ അല്ലെങ്കിൽ അതിന് മുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അങ്ങ് മാറിക്കൊടുക്കും. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അവസരത്തിന് വേണ്ടിയിട്ട് മാറുകയാണ്. മാറിയിട്ട് എന്ത് ചെയ്യുന്നു? അടുത്ത ആളിനെ നിയമിക്കുന്നു. അപ്പൊ ചുരുക്കത്തില് ഒരു പേഴ്സണൽ സ്റ്റാഫ്, ഒരു മന്ത്രിയുടേതോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെയോ പേഴ്സണൽ സ്റ്റാഫിന് ഉള്ളവർക്ക് 2 പേർക്ക് പെൻഷൻ കിട്ടുകയാണ് ഒരേ കാലയളവിൽ, ഒരു മന്ത്രിസഭയുടെ കാലയളവിൽ. എത്ര ബുദ്ധിപരമായ തീരുമാനമാണ്! വളരെ മനോഹരമായ തീരുമാനമല്ലേ? കേരളം പോലെ സംസ്ഥാനത്തൊന്ന് ആലോചിക്കണം. ഇതിനെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കാലാകാലങ്ങളായിട്ട് ഉണ്ടായി. ഇതിപ്പോ LDF മാത്രമല്ല കേട്ടോ, LDF മാത്രമല്ല, UDF വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. അന്നൊക്കെ പരാതി വരും. പരാതി വന്നു കഴിഞ്ഞാൽ പറയുന്നത് അങ്ങനെയാണ്. ഇന്നലെ നമ്മള് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറയുന്നത് കേട്ടില്ലേ? അദ്ദേഹത്തിനെ കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ പറഞ്ഞത്, അത് ഞങ്ങൾ മാത്രമല്ലല്ലോ നിയമിക്കുന്നത്, UDF-ന്റെ കാലത്ത് നിയമിച്ചിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതാണ് അവരുടെ ന്യായം. അപ്പൊ അവര് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്കും ചെയ്യാം. ഇത് തെറ്റാണെന്നുള്ളത് അറിയാം, പക്ഷെ അവര് ചെയ്തതുകൊണ്ട് ഞങ്ങളും ചെയ്യും. ഈ വ്യവസ്ഥയിലാണ് പോകുന്നത്. BJP-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണമില്ലാത്തത് കൊണ്ട് അവരുടെ ഇത്തരം പരാതി ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ കേരളത്തില് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തില് നിങ്ങൾ PSC ടെസ്റ്റ് എഴുതുന്ന കുട്ടികളെ നിങ്ങൾ ഇതിനൊന്നും ശ്രമിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. എല്ലാ റാങ്ക് ലിസ്റ്റുകളും റദ്ദാക്കപ്പെടുകയാണ്. എല്ലാ റാങ്ക് ലിസ്റ്റുകളും. അഥവാ വരുന്ന ലിസ്റ്റിൽ നിന്ന് എത്ര ശതമാനം നിയമമുണ്ട്? വളരെ മിനിമമാണ്. നമ്മൾ കണ്ടില്ലേ ഓരോ റാങ്ക് ഹോൾഡർമാരുടെ സമരം? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വനിതാ CPO-മാരുടെയൊക്കെ സമരം കണ്ടില്ലേ? ഓരോ വർഷം എത്രയോ ആളുകളെ നിയമിച്ചുകൊണ്ടിരുന്നതാണ്. അതേപോലെ LGS, ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെയും ആയിരക്കണക്കിന് നിയമനങ്ങൾ നടക്കുന്നതാണ്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 10ാം ക്ലാസ്സും കൊണ്ട് ഒരു കുടുംബം കഴിയാൻ വേണ്ടി ഈ ലിസ്റ്റിനകത്ത് എന്തെല്ലാം പാടുപെട്ടിട്ടാണ്. ഇപ്പൊ PSC പരീക്ഷയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ പോയി ജയിക്കാനൊന്നും നോക്കത്തില്ല. അതിന് നല്ല കോച്ചിങ് വേണം. അതിന്റെ പരീക്ഷയുടെ സമ്പ്രദായം മാറി, പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവ് വന്നിരിക്കുന്നു. ഇപ്പൊ PSCക്ക് ഇപ്പൊ വലിയ കോച്ചിങ് സെന്റർ ആണ്. ഇപ്പൊ ഓരോ വീട്ടിലും നമ്മൾ ചെന്ന് ചോദിച്ചാൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ കോഴിക്കോട്ടൊക്കെയുള്ള കോച്ചിങ് സെന്ററുകളാണെന്നാണ് പറയുന്നത്. പണ്ട് ബാങ്കിങ്ങിലായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ബാങ്ക് വലിയ ആകർഷണ മേഖലയായിരുന്നുകൊണ്ട് ബാങ്കിങ്ങിലായിരുന്നു ഈ കോച്ചിങ് കൂടുതലുണ്ടായിരുന്നത്. ഇപ്പൊ PSC പരീക്ഷ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ്, പിയൂൺ പോസ്റ്റ്, അതിന് പോലും കോച്ചിങ് ആണ്. നിങ്ങൾ എന്തിനാണ് ഈ കോച്ചിങ്ങിനൊക്കെ പോകുന്നത്? ആ സമയം കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ചേർന്ന് അംഗത്വം എടുക്കുക, അവരുടെ പാദസേവ ചെയ്യുക. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ PSC ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണുന്ന സമയത്ത്. നിങ്ങളിപ്പോ അഥവാ കഷ്ടപ്പെട്ട് നിങ്ങൾക്കൊരു PSC ജോലി കിട്ടിയെന്നിരിക്കട്ടെ. PSC ജോലി കിട്ടിയാൽ പോലും നിങ്ങൾ 15 വർഷം, നിങ്ങൾക്ക് മിനിമം പെൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 15 വർഷം ജോലി ചെയ്യണം. സർക്കാർ സർവീസിൽ 15 വർഷം ജോലി ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഉദ്യോഗാർത്ഥിക്ക് അല്ലെങ്കിൽ അവിടെ നിയമിതനാകുന്ന ഒരു ഉദ്യോഗസ്ഥന് പെൻഷൻ കിട്ടുകയുള്ളൂ. ആ സ്ഥലത്താണ് ഈ വളഞ്ഞ വഴി കൂടെ, ടെസ്റ്റുമില്ല, പരീക്ഷയുമില്ല, ഇന്റർവ്യൂ ഇല്ല, ഒന്നുമില്ല, വളഞ്ഞ വഴി കൂടെ കയറുന്നവര് 2 വർഷവും 1 ദിവസവും കൊണ്ട് പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ കൂടെ ചിരിച്ചു നടക്കുകയാണ്. അവരും വരുന്നുണ്ട്. ഈ പെൻഷനും മേടിച്ചുകൊണ്ട് PSC പരീക്ഷ എഴുതാൻ വരുന്നവരുണ്ട്, കോച്ചിങ്ങിന് വരുന്ന ആളുകളുണ്ട്. അതാണ് രാഷ്ട്രീയക്കാരുടെ മിടുക്കെന്ന് പറയുന്നത്. നമ്മൾ എത്ര കാലം ഇത് സഹിക്കുന്നു? ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം വളരെ ദുഷ്കരമായ അവസ്ഥയിൽ കൂടെയാണ് കേരളം കടന്നു പോകുന്നത്. നമ്മുടെ വരുമാനത്തിന്റെ 75% ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത്. ബാക്കി 25% കൊണ്ടാണ് ബാക്കി എല്ലാ ചെലവുകളും നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് ഈ മാതിരി വ്യാപകമായ തട്ടിപ്പ്. ഒരു തട്ടിപ്പ് എന്ന് തന്നെ പറയാം. ഇപ്പൊ പുതിയ കണക്ക് പ്രകാരം ഏതാണ്ട് 550-ലധികം ആളുകളാണ് ഇത്തരത്തിലുള്ള അനർഹമായ പെൻഷൻ വാങ്ങിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇനിയും അത്ര ആളുകൾ നിലവിലുണ്ടെന്നാണ് പറയുന്നത്. ഇനിയും അത്രയും ആളുകൾ നിലനിൽക്കുകയാണ്. യുവത്വത്തിന് നമ്മുടെ പറഞ്ഞില്ലേ, കേരളത്തിലെ തൊഴിലില്ലായ്മ, കേരളത്തിലെ ആളുകൾ ചെറുപ്പക്കാർ കേരളം വിട്ടു പോകുന്നതിന്റെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാന്? അവർക്ക് എന്ത് ഗതിയാണ്? മത്സര പരീക്ഷ ജയിച്ച് ഒരു ജോലി കിട്ടാന്ന് വെച്ചാൽ നടക്കത്തില്ല. മറ്റൊരു തരത്തിലും പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരുടെ ആളുകളായിട്ട് മാറുക, അവർക്ക് ഇൻക്ലാബ് വിളിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഒക്കെയുള്ള ആളുകളായിട്ട് മാറുക. അങ്ങനെങ്കിൽ മാത്രമേ നമ്മുടെ യുവത്വത്തിന് കേരളത്തിൽ രക്ഷയുള്ളൂ എന്നൊരു സ്ഥിതിയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. എന്തായാലും പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷൻ ഇവർക്ക് നൽകുന്നത് 2 വർഷവും 2 ദിവസവും ഒക്കെ മാത്രമാണ് പേഴ്സണൽ സ്റ്റാഫ് ആയിരുന്നാൽ പെൻഷൻ നൽകുക. ഇത്തരത്തിലുള്ള സമ്പ്രദായങ്ങളൊക്കെയാണ് കേരളത്തിൽ പിണറായി സർക്കാർ വക നടപ്പിലാക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ.